ബഹുമാനപ്പെട്ട ഗ്രാമവാസികൾ അറിയുവാൻ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിന്റെ പ്രിയപ്പെട്ട കുതിരയെ ലേലം ചെയ്ത് വിൽക്കുന്ന വിവരം ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ചിത്രതിരുനാൾ മഹാരാജാവിന്റെ കുതിരയെ ലേലം ചെയ്യാൻ പോകുന്നു. വാ, ലേലത്തിൽ പങ്കെടുക്കാം. നമുക്ക് എന്തിനാടാ കുതിര? ലേലത്തിൽ പങ്കെടുക്കുന്ന ആരാണെന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ തന്നെ ഓടിയെത്തും. വാ, ആര് പങ്കെടുത്താലും എനിക്കെന്താ? ആ സൂര്യാണ് ലേലത്തിൽ പങ്കെടുക്കുന്നത്. ആ വൃത്തികെട്ടോ, അത് തന്നെ ഞാനും പറഞ്ഞത്. ഞാനിവിടെ ജീവനോടെ ഇരിക്കുമ്പോ അവനാ ലേലം ചെയ്യിക്കില്ല. എടുക്കണ വണ്ടി. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, ഇതൊരു സാധാരണ കുതിരയല്ല. ഈ കുതിരയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ഇതിന്റെ പുറത്താണ് മഹാരാജാവ് തിരുവാറാട്ട് നടത്തുന്നത്. ഇതിന്റെ പുറത്തോ? പിന്നെ നിന്റെ പുറത്താണോ? ഇതിന്റെ പുറത്ത് കൊച്ചി മഹാരാജാവ് വരെ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ കുതിര പുറത്തോ? അതെ, ലേലം ആരംഭിക്കുകയാണ്. ഈ ലേലത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സൂര്യ മുതലാളിയും രാജേന്ദ്ര മുതലാളിയുമാണ്. ആര് ജയിക്കുമെന്ന് നമുക്ക് കാണാം. ലേലം 10,000-ൽ നിന്നും ആരംഭിക്കുകയാണ്. 15,000. 15,000. രാജേന്ദ്ര മുതലാളി 15,000. 20, 25, 30, 35, 40, 50. രാജേന്ദ്ര മുതലാളി 50,000 പിടിച്ചിരിക്കുന്നു. 50,000 ഒരു തരം, 50,000 രണ്ടു തരം. വേറെ ആരും വിളിക്കാറില്ല. 50,000 ഒരു തരം. 55,000. 50. വിട്ടേക്ക്. എന്തേ? ആ സൂര്യക്ക് കുതിരയെ കിട്ടരുതെന്നല്ലേ നമ്മുടെ ലക്ഷ്യം. അവൻ പോയില്ലേ, ഇനി എന്ത്? പറയുന്ന പോലല്ല, നീ ഒരു ബുദ്ധിമാനാ അല്ലടാ? എനിക്ക് അത്രയ്ക്ക് ബുദ്ധിയുണ്ടോ? ഒടുക്കത്തെ ബുദ്ധിയല്ലടാ. 50,000 ഒരു തരം, 55,000 രണ്ടു തരം, 55,000 മൂന്ന് തരം. സൂര്യ മുതലാളി, പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. സുഭാഷ്. 55,000 കുതിരയ്ക്ക്, ബാക്കി നിനക്ക്. ഞാൻ ആരുടെ മുമ്പിൽ തോൽക്കരുതെന്ന് വിചാരിച്ചു? അവന്റെ മുമ്പിൽ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞില്ലടാ. നീ തോറ്റിട്ടില്ലടാ, അവൻ നമ്മളെ ചതിച്ചതാ. സത്യത്തിൽ നീ ജയിച്ചത്. എന്താടാ, നാണം കെട്ടുപോയോ? നീ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു? കളി ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇതുകൊണ്ട് തീരുന്നില്ല. ബാക്കി നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഈ നാട്ടിൽ നിന്ന് തന്നെ നിന്നെ ഞാൻ കെട്ടുകെട്ടിക്കും. നീ ഓർത്തോ, നമുക്ക് കാത്തിരുന്ന് കാണാമടാ.